നമസ്തേ. ശബരിമലയിലെ പൊന്നിൻ തിളക്കത്തിൽ കരിനിഴൽ വീഴ്ത്തിയ സ്വർണ്ണക്കൊള്ള കേസ് ഒടുവിൽ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയുടെ ആഘാതത്തിൽ പാർട്ടിക്ക് കടുത്ത തിരുത്തലുകളിലേക്ക് കടക്കേണ്ടി വരുന്നു. ആരോപണ വിധേയനായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെതിരെ ഒടുവിൽ വാളെടുക്കാൻ CPM സംസ്ഥാന നേതൃത്വം നിർബന്ധിതരായിരിക്കുന്നു. വെറുമൊരു മാറ്റിനിർത്തൽ മാത്രമല്ല, കൃത്യമായ അച്ചടക്ക നടപടി തന്നെ വേണമെന്ന സംസ്ഥാന സമിതിയുടെ കടുത്ത നിലപാടിന് മുന്നിൽ പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിന് വഴങ്ങേണ്ടി വന്നിരിക്കുകയാണ്. വരാനിരിക്കുന്ന 15-ാം തീയതി പത്തനംതിട്ടയിൽ എന്ത് സംഭവിക്കും? പാർട്ടി അംഗത്വം പുതുക്കി ദിവസങ്ങൾക്കകം തന്നെ എ പത്മകുമാറിനെതിരെ കടുത്ത നടപടിയിലേക്ക് നീങ്ങുകയാണ് CPM. ശബരിമല സ്വർണ്ണക്കൊള്ള ആരോപണം പാർട്ടിക്ക് ജനങ്ങൾക്കിടയിൽ വലിയ അവമതിപ്പുണ്ടാക്കിയെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. തുടക്കത്തിൽ തെരഞ്ഞെടുപ്പ് റിവ്യൂ റിപ്പോർട്ടിൽ സംസ്ഥാന നേതൃത്വം ഈ വിഷയം ലഘൂകരിക്കാൻ ശ്രമിച്ചെങ്കിലും സംസ്ഥാന സമിതിയിലെ ഭൂരിപക്ഷം അംഗങ്ങളും ഇതിനെതിരെ രംഗത്തു വന്നു. നടപടി പരാമർശിക്കാതെ തന്നെ മുന്നോട്ടു പോകാനാകില്ലെന്ന് സംസ്ഥാന കമ്മിറ്റി ശഠിച്ചതോടെയാണ് CPM ഒടുവിൽ തിരുത്തലിന് തയ്യാറായത്. നടപടി ചർച്ച ചെയ്യുന്നതിനായി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെ ഇപ്പോൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വരാനിരിക്കുന്ന ജൂൺ 15-ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ചേരും. അന്നേ ദിവസം പത്മകുമാറിനെതിരെയുള്ള അന്തിമ നടപടി പ്രഖ്യാപിക്കാനാണ് സാധ്യത. ഇതുവരെ പാർട്ടി പരിപാടികളിൽ നിന്ന് മാത്രം മാറ്റി നിർത്താനായിരുന്നു നിർദ്ദേശമെങ്കിൽ ഇനി പദവികളിൽ നിന്നുള്ള നീക്കവും കടുത്ത ശാസനയും ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പാർട്ടി കടക്കും. ശബരിമല ദ്വാരപാലക വിഗ്രഹങ്ങളിലും ശ്രീകോവിലിന്റെ കട്ടളയിലും ചാർത്തിയിരുന്ന സ്വർണത്തിൽ വലിയ തോതിലുള്ള തട്ടിപ്പ് നടന്നു എന്നതായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്. ഈ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായ എ പത്മകുമാർ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു. കേസിൽ അറസ്റ്റിലായി 3.5 മാസത്തോളം ജയിലിൽ കഴിഞ്ഞ പത്മകുമാർ അടുത്തിടെയാണ് ജാമ്യത്തിൽ ഇറങ്ങിയത്. താൻ വലിയൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഇരയാണെന്നും ബലിയാടായതാണെന്നും ചൂണ്ടിക്കാട്ടി അദ്ദേഹം പാർട്ടിക്ക് കത്ത് നൽകിയിരുന്നു. എന്നാൽ പാർട്ടിക്ക് ഈ വിഷയമുണ്ടാക്കിയ രാഷ്ട്രീയ പ്രതിച്ഛായ നഷ്ടം ചെറുതല്ലെന്നാണ് പുതിയ വിലയിരുത്തൽ. സംസ്ഥാന സമിതിയുടെ കടുത്ത നിലപാടിനെ തുടർന്ന് പാർട്ടി സെക്രട്ടേറിയറ്റ് റിപ്പോർട്ടിൽ 3 പ്രധാന തിരുത്തലുകളാണ് വരുത്തിയിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ള കേസിൽ നടപടി വൈകിയത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന യാഥാർത്ഥ്യം പാർട്ടി അംഗീകരിക്കുന്നു. തളിപ്പറമ്പ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ സംഭവിച്ച ഗുരുതര വീഴ്ച CPM ഏറ്റുപറയുന്നു. മണ്ഡലം കമ്മിറ്റിയിലെ 73 പേരിൽ 70 പേരും PK ശ്യാമളയ്ക്ക് എതിരായിരുന്നിട്ടും അവരെ സ്ഥാനാർത്ഥിയാക്കിയത് പാർട്ടി അണികളെ പോലും ഞെട്ടിച്ചുവെന്ന് കാസർഗോഡ് നിന്നുള്ള അംഗം സംസ്ഥാന സമിതിയിൽ തുറന്നടിച്ചു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ കൃത്യമായ പ്രസ്താവനകൾ യഥാസമയം നടത്തേണ്ടതായിരുന്നുവെന്ന് പാർട്ടി സമ്മതിക്കുന്നു. റിപ്പോർട്ടിൽ വലിയ വീഴ്ചകൾ അക്കമിട്ട് നിരത്തുമ്പോഴും വ്യക്തിഗതമായ വിമർശനങ്ങൾ CPM ഒഴിവാക്കിയിട്ടുണ്ട്. പകരം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ വാക്കാൽ ഈ തെറ്റുകൾ ഏറ്റുപറയുകയാണ് ചെയ്യുന്നത്. പാർട്ടിയുടെ പ്രവർത്തന ശൈലിയെ വിമർശനം ഉൾക്കൊള്ളുന്നുവെന്നും സ്ഥാനാർത്ഥി നിർണയം പിഴച്ചപ്പോൾ കൃത്യമായി ഇടപെടാൻ സംസ്ഥാന നേതൃത്വത്തിന് സാധിച്ചില്ലെന്നും MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ജില്ലാ കമ്മിറ്റികൾക്ക് സംഭവിച്ച വലിയ വീഴ്ചകൾ യഥാസമയം തിരുത്തുന്നതിൽ സംസ്ഥാന നേതൃത്വത്തിന് പോരായ്മയുണ്ടായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള തോൽവി അവലോകന റിപ്പോർട്ടുകൾ ഇപ്പോൾ വിവിധ ജില്ലാ കമ്മിറ്റികളിൽ അവതരിപ്പിച്ചു വരികയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലാവുകയും 3.5 മാസത്തോളം ജയിലിൽ കഴിയുകയും ചെയ്ത ശേഷം ജാമ്യത്തിലിറങ്ങിയ എ പത്മകുമാർ താൻ തെറ്റു ചെയ്തു എന്ന രീതിയിലുള്ള കുറ്റബോധമല്ല പ്രകടിപ്പിച്ചത്. പകരം താൻ വലിയൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഇരയായെന്നും തന്നെ ബോധപൂർവം ബലിയാടാക്കിയതാണെന്നുമാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും തന്നെ രാഷ്ട്രീയമായി തകർക്കാൻ ചിലർ ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഈ കേസ് ഉണ്ടായതെന്നും കാണിച്ച് പത്മകുമാർ CPM നേതൃത്വത്തിന് കത്ത് നൽകിയിരുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് തന്റേതെന്ന പേരിൽ പ്രചരിച്ച ഓഡിയോ ക്ലിപ്പുകൾ വ്യാജമാണെന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ശബ്ദം കൃത്രിമമായി നിർമ്മിച്ചതാണെന്നുമാണ് അദ്ദേഹം പോലീസിനും പാർട്ടിക്ക് മുൻപാകെയും നൽകിയ മൊഴി. എ പത്മകുമാർ വ്യക്തിപരമായി നിരപരാധിത്വം അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഈ വിവാദം ജനങ്ങൾക്കിടയിലും വിശ്വാസികൾക്കിടയിലും പാർട്ടിക്കും സർക്കാരിനും വലിയ തോതിൽ പ്രതിച്ഛായ നഷ്ടമുണ്ടാക്കിയെന്നാണ് CPM സംസ്ഥാന സമിതി വിലയിരുത്തിയത്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് തോൽവി അവലോകന റിപ്പോർട്ടിൽ ഈ വിഷയം ശക്തമായി ഉൾപ്പെടുത്താനും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയോട് കടുത്ത അച്ചടക്ക നടപടിയിലേക്ക് കടക്കാൻ സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചതും. തന്നെ ചതിച്ചതാണെന്ന നിലപാടിലാണ് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത്. എന്നാൽ പാർട്ടി ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വാദങ്ങളെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ തയ്യാറല്ലെന്നാണ് വരാനിരിക്കുന്ന നടപടികൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിന്റെ പഴയൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഓർക്കുകയാണ്. അതിൽ പത്മകുമാർ പറയുന്നത്, അയ്യപ്പന്റെ സ്വർണം കട്ടവരാരായാലും തെറ്റ് ചെയ്തവരാരായാലും
ശിക്ഷ അനുഭവിക്കുമെന്നാണ്. ഏതാണ്ട് അതേപോലൊക്കെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്. ഒടുവിൽ അയ്യപ്പനിൽ വിശ്വാസമർപ്പിച്ച് പടിയിറങ്ങുകയാണോ പത്മകുമാർ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതേസമയം സമീപകാല രാഷ്ട്രീയ സംഭവ വികാസങ്ങളും പാർട്ടി സ്വീകരിച്ച ചില നിലപാടുകളും സംബന്ധിച്ച് നേതൃത്വത്തിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നിട്ടുണ്ട്. പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനങ്ങളിലും പൊതുജനങ്ങളോടുള്ള ആശയവിനിമയ രീതികളിലും കൂടുതൽ കാര്യക്ഷമത വേണമെന്ന അഭിപ്രായം ചില നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് പിന്നാലെ CPM-നകത്ത് ആത്മപരിശോധന ശക്തമാകുന്നതിനിടെയാണ് ജില്ലാ കമ്മിറ്റികൾക്ക് പിന്നാലെ ഏരിയ കമ്മിറ്റി യോഗങ്ങളിലും പാർട്ടി നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിനുമെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. പാർട്ടിയുടെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളായ കണ്ണൂരും കാസർഗോഡും ഉൾപ്പെടെയുള്ള മേഖലകളിലുണ്ടായ തിരിച്ചടിക്ക് നേതൃത്വത്തിന്റെ രാഷ്ട്രീയ സംഘടനാ തീരുമാനങ്ങളാണ് പ്രധാന കാരണമെന്നാണ് ഒരു വിഭാഗം പ്രവർത്തകർ അഭിപ്രായപ്പെട്ടത്. ഏരിയ കമ്മിറ്റി ചർച്ചകളിൽ ഈ ആശയം കൊണ്ട് ഇനി പാർട്ടിക്ക് സിന്ദാബാദ് വിളിക്കാൻ തയ്യാറല്ല എന്ന തരത്തിലുള്ള കടുത്ത വിമർശനങ്ങൾ വരെ ഉയർന്നു. സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രവർത്തന ശൈലിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് പ്രവർത്തകർ രംഗത്തെത്തിയത്. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി നിർണയം, സംഘടനാ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത രീതി, പ്രാദേശിക തലത്തിലെ അസംതൃപ്തികൾ എന്നിവയാണ് വിമർശനങ്ങളുടെ കേന്ദ്രബിന്ദു. ദീർഘകാലമായി CPM-ന്റെ ശക്തി കേന്ദ്രമായി കണക്കാക്കപ്പെട്ടിരുന്ന തൃക്കരിപ്പൂർ മണ്ഡലം ഇത്തവണ പാർട്ടിക്ക് നഷ്ടമായത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. UDF അനുകൂല രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലനിന്നിരുന്നുവെങ്കിലും മണ്ഡലം നിലനിർത്താൻ CPM-ന് സാധിക്കുമെന്ന ആത്മവിശ്വാസം പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ അവസാന ഘട്ടത്തിൽ സംഘടനാ വീഴ്ചകളും നേതൃത്വത്തിന്റെ ഇടപെടലുകളും പ്രതീക്ഷകൾ തകർത്തു. പ്രവർത്തകരുടെ വിലയിരുത്തലിൽ ഏത് രാഷ്ട്രീയ കൊടുങ്കാറ്റിലും CPM-നൊപ്പം നിലനിന്നിരുന്ന മണ്ഡലമാണ് തൃക്കരിപ്പൂർ. അത്തരമൊരു മണ്ഡലം കൈവിട്ടുപോകാൻ കാരണം പുറത്തുനിന്നുള്ള രാഷ്ട്രീയ വെല്ലുവിളികളേക്കാൾ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളാണെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. കണ്ണൂർ ജില്ലയിലെ സംഘടനാ പ്രശ്നങ്ങളും പയ്യന്നൂരിൽ പാർട്ടിക്കകത്ത് രൂപപ്പെട്ട അഭിപ്രായ ഭിന്നതകളും സമയോചിതമായി പരിഹരിക്കാൻ ജില്ലാ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ലെന്നാണ് പ്രധാന വിമർശനം. പാർട്ടിയുടെ ആഭ്യന്തര വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ ചർച്ചയായതും പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചതുമാണ് തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിച്ചതെന്നാണ് വിലയിരുത്തുന്നത്. കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ കാസർഗോഡ് ഉൾപ്പെടെയുള്ള സമീപ മണ്ഡലങ്ങളിലേക്കും പ്രതിഫലിച്ചുവെന്നാണ് പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നത്. ശക്തമായ സംഘടനാ അടിത്തറയുള്ള മേഖലകളിൽ പോലും പാർട്ടിയുടെ പ്രവർത്തന രീതിക്കെതിരെ അസംതൃപ്തി പ്രകടമായിരുന്നുവെന്നാണ് യോഗത്തിൽ ഉയർന്ന അഭിപ്രായങ്ങൾ. മുൻ ആരോഗ്യമന്ത്രി KK ശൈലജയ്ക്ക് വിജയസാധ്യത കുറഞ്ഞ മണ്ഡലം നൽകിയതിലൂടെ അവരെ രാഷ്ട്രീയമായി ഒതുക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണവും യോഗത്തിൽ ഉയർന്നതായി റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ മുതിർന്ന നേതാവ് P ജയരാജനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടന്നുവെന്ന വിമർശനവും ചില പ്രവർത്തകർ ഉന്നയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ശൈലിയും ചില പ്രവർത്തകർ നേരിട്ട് തന്നെ വിമർശിച്ചു. അദ്ദേഹം നേരിട്ട് തിരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി ഇടപെടുന്നതിനു പകരം ഏകോപന ചുമതലകൾ നിർവഹിച്ചിരുന്നെങ്കിൽ പരാജയത്തിന്റെ ആഘാതം കുറയുമായിരുന്നുവെന്നാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. എന്നാൽ ഇക്കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ ഏകാഭിപ്രായമില്ല. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്തം വ്യക്തികളിൽ മാത്രം കേന്ദ്രീകരിക്കാതെ സംഘടനാപരമായും രാഷ്ട്രീയപരമായും വിലയിരുത്തണമെന്ന നിലപാടും മറ്റൊരു വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്ക് ശേഷം CPM വിവിധ ഘടകങ്ങളിൽ നിന്ന് റിപ്പോർട്ടുകൾ ശേഖരിക്കുകയും പരാജയ കാരണങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ്. തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഉയർന്ന വിമർശനങ്ങൾ പാർട്ടിയുടെ അടിത്തട്ടിൽ നിലനിൽക്കുന്ന അസംതൃപ്തിയുടെ സൂചനയാണ് ഇത്. തൃക്കരിപ്പൂരിൽ മാത്രമല്ല, പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് പത്തനംതിട്ട ജില്ലയിലെ അടൂർ ഏരിയ കമ്മിറ്റി യോഗത്തിലും ഉയർന്നു വന്നത്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണങ്ങൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിൽ നേതൃത്വത്തിന്റെ പ്രവർത്തന ശൈലി മുതൽ സ്ഥാനാർത്ഥി നിർണയം വരെയുള്ള വിഷയങ്ങളാണ് ചർച്ചയായത്. പ്രത്യേകിച്ച് പിണറായി വിജയന്റെ രാഷ്ട്രീയ സമീപനവും MV ഗോവിന്ദന് പൊതുജനങ്ങളോടുള്ള ആശയവിനിമയ രീതിയും വിമർശനങ്ങൾക്ക് വിധേയമായി. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനങ്ങളും പ്രവർത്തന ശൈലിയും യോഗത്തിൽ വിമർശന വിധേയമായി. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ പലപ്പോഴും വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെയാണെന്ന ആരോപണങ്ങളാണ് ചില പ്രവർത്തകർ ഉന്നയിച്ചത്. ഇത് വിശദീകരിക്കാൻ ഒരു പ്രവർത്തകൻ സിനിമാ ഗാനത്തെ ഉദാഹരണമാക്കി നടത്തിയ പരാമർശം യോഗത്തിൽ വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു. വാർത്താ സമ്മേളനങ്ങളിൽ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കി അവതരിപ്പിക്കുന്നതിൽ സംസ്ഥാന സെക്രട്ടറിക്ക് പരാജയമുണ്ടായെന്നും ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ്
പല പ്രതികരണങ്ങളുമെന്നാണ് വിമർശനമുയർന്നത്. അതേസമയം ഇപ്പോൾ CPM-ൽ നേതൃമാറ്റം വേണമെന്ന കീഴ്ഘടകങ്ങളുടെ ആവശ്യം റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താതെ ഇരിക്കുകയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരായ വിമർശനങ്ങളും ഒഴിവാക്കി. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം വിവിധ ഏരിയ കമ്മിറ്റികൾ ഉൾപ്പെടെ കീഴ്ഘടകങ്ങൾ നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിക്കുകയും നേതൃമാറ്റം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അവസരമുണ്ടായിരിക്കുമെന്ന് നേതൃത്വം അറിയിച്ചിരുന്നു. അത്തരത്തിൽ പറഞ്ഞ അഭിപ്രായങ്ങൾ സമുന്നയിപ്പിച്ച് സെക്രട്ടേറിയറ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ നേതൃമാറ്റം സംബന്ധിച്ച കാര്യങ്ങൾ സൗകര്യപൂർവ്വം ഒഴിവാക്കിയെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.